ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫുഡീസിൽ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ചിക്കൻ കറി ആയിട്ടാണ്. നാടൻ ചിക്കൻ കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് ഞാൻ 1/2 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. അത് ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ സവാളയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് നമുക്ക് ചതച്ചെടുക്കണം. ആദ്യം നമുക്ക് കുറച്ച് പെരുംജീരകം ചതച്ചെടുക്കാം. ഏകദേശം ഒരു 1.5 ടീസ്പൂണോളം പെരുംജീരകം ഞാൻ എടുക്കുന്നുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി, ഒരുപാട് അങ്ങോട്ട് പൊടിഞ്ഞു പോകണ്ട, ചതച്ചാൽ മാത്രം മതി. ഇതേപോലെ ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് 1 ഏലക്ക, 2 ചെറിയ കഷ്ണം പട്ട, പിന്നെ 2 ഗ്രാമ്പു, കുറച്ച് കുരുമുളക്, ഇത്രയും കൂടി എടുത്തിട്ട് ഒന്നുകൂടെ ചതച്ചെടുക്കണം. ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി, ഒരുപാട് അങ്ങോട്ട് പൊടിഞ്ഞു പോകണ്ട. ഇത്രയും മതി. ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കണം. ഞാൻ വെളുത്തുള്ളി കുറച്ചധികം എടുത്തിട്ടുണ്ട്, അതൊന്ന് ജസ്റ്റ് ചതച്ചെടുക്കണം. ഇത്രയും മതി. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഏകദേശം ഒരു 2.5 ടീസ്പൂണോളം ഉണ്ട് വെളുത്തുള്ളി. ഇനി നമുക്ക് ഇഞ്ചി ഇത്രയും വേണ്ട, അതിൻ്റെ പകുതി എടുത്താൽ മതി. ഇഞ്ചിയും കൂടെ നമുക്ക് ചതച്ചെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിൻ്റെ അത്രയും വേണ്ട, വെളുത്തുള്ളി കുറച്ച് കൂടുതൽ വേണം. അപ്പം അതും ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ച് വെച്ചോളൂ. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ആക്കിയിട്ട് കറി ഉണ്ടാക്കാം. പാൻ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം. കടുക് വേണമെങ്കിൽ നമുക്ക് കറി ഉണ്ടാക്കി കഴിഞ്ഞ് ലാസ്റ്റ് വേണമെങ്കിൽ കടുക് പൊട്ടിച്ചൊഴിക്കാം. ഞാൻ ആദ്യമാണ് ചെയ്യുന്നത്. കടുകൊന്ന് പൊട്ടിയിട്ട് നമുക്കിതിലേക്ക് നമ്മളിപ്പോൾ ചതച്ച് വെച്ച പെരുംജീരകവും ഗ്രാമ്പൂ പട്ട ഏലക്ക അതൊക്കെ കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞു. ഇനി ഇതൊരു ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളറാകണം. മൂത്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മൂത്ത് നല്ല ബ്രൗൺ കളറായി. ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ഒരുപാട് അങ്ങോട്ട് പേസ്റ്റ് ആക്കണം, ഇതേപോലെ ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ അതൊന്ന് വഴന്ന് കഴിയുമ്പോൾ അതിലേക്ക് പച്ചമുളകും സവാളയും കൂടെ ഇട്ട് കൊടുക്കണം. സവാള ഞാൻ 2 സവാളയാണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. കാരണം ഗ്രേവി കുറച്ചധികം വേണമെങ്കിൽ കുറച്ചധികം സവാള ചേർക്കാം. ഞാൻ 2 സവാളയാണ് എടുത്തേക്കുന്നത്. ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം, വേഗം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിലിട്ട് കൊടുക്കാം. ഇത് നന്നായി വഴന്ന് വന്നിട്ടുണ്ട്, നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം. 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർക്കണം. അത് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കുക. ഒരു 3 ടീസ്പൂണോളം ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ പൊടി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം തൈര് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ തൈര് ചേർത്ത് നന്നായിട്ട് ഇത് ഇളക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം. ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മസാലയായിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം.
അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ ഉള്ളിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 1.5 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഈ ഒരു പാത്രത്തിന് 1.5 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് നോക്കണം. അപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇളക്കി കൊടുക്കാം. ഫ്ലെയിമൊക്കെ ഇനി ഒരു മീഡിയം ആക്കി വെച്ചാൽ മതി. നമുക്ക് ഒന്നും കൂടെ ആവാനുണ്ട്. നമുക്ക് അടച്ചു വെക്കാം. കറി ഇളക്കി കൊടുക്കാം. കറി ഏകദേശം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ ഞാൻ കുറച്ച് പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ മല്ലിയിലയും പുതിനയിലയും ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ കറിവേപ്പില മാത്രം ഇട്ട് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.